എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികളുള്ളവർക്ക് അറിയാം, രാത്രി കാലങ്ങളിൽ പെട്ടെന്നായിരിക്കും അവർക്ക് പല്ലുവേദനയൊക്കെ വരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ വേദനയ്ക്കുള്ള മരുന്നും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയൊരവസ്ഥയാണ്. ആ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കുട്ടികൾ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ 2-3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ മക്കൾക്ക് പല്ലുവേദനയൊക്കെ ആയിരുന്നു. അപ്പൊ രാത്രിയിൽ പെട്ടെന്നാണ് ഇങ്ങനെ വേദന വന്നത്. ആ സമയത്ത് വേദനയുടെ ആ മരുന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന ഒരു 2-3 കാര്യങ്ങൾ ചെയ്തപ്പം തന്നെ അവരുടെ വേദന മാറുകയും പല്ലുവേദന ഒന്നും ഇല്ലാതെ അവർ കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് ചിലപ്പോൾ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും, അവരോടും കൂടെ ഇതൊന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്കും കൂടെ ചെയ്യാലോ. നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ കാര്യമാണ്. അപ്പം അത് ചിലപ്പോൾ അതുപോലെ അറിയത്തില്ലാത്തവർ കാണും, ചിലപ്പോൾ അറിയാവുന്ന ഒരുപാട് പേര് കാണും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അത് പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു പോയേക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിൽ പല്ലിന് വേദന വന്നിട്ടുണ്ടെങ്കിൽ അസഹനീയമായ വേദനയായിരിക്കും. നമുക്ക് രാത്രി കാലങ്ങളിൽ ഹോസ്പിറ്റലിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അവർക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. പല്ലുവേദനയുള്ള കുട്ടികൾക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളിങ്ങനെ പല്ലുവേദനയാണെന്ന് പറയുമ്പം തന്നെ നമ്മൾ നന്നായിട്ട് ചൂടായ വെള്ളത്തിലോട്ട് ഉപ്പിട്ടിട്ട് ആ ഉപ്പ് വെള്ളം വായിൽ കൊള്ളിക്കുക. വേദനയുള്ള ഒരു സൈഡിൽ വായിൽ കൊള്ളിക്കുക. കുറെ പ്രാവശ്യം അത് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് വേദന കുറയത്തില്ല. അപ്പൊ നമ്മൾ വേദന കുറയ്ക്കാൻ വേണ്ടിയുള്ള ടിപ്സാണ് ഞാനിപ്പോ പറയുന്നത്. 2-3 ടിപ്സേ ഉള്ളൂ. അതിൽ കൂടുതൽ ടിപ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്താൽ അത് എനിക്ക് ഉപകാരമായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പം ആദ്യം ഉപ്പുവെള്ളം വായിൽ കൊള്ളുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വരുന്ന ഐസ് കട്ട എടുത്തിട്ട് ഒരു കോട്ടന്റെ തുണിയിലോ വല്ല ഇങ്ങനെ വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ ഈ ഭാഗം മരച്ചു കഴിയുമ്പോൾ നമുക്ക് ആ വേദന നന്നായിട്ട് അറിയാൻ പറ്റാതെ വരും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമ്പു വേദനയുള്ള ഭാഗത്ത് ഗ്രാമ്പു ഒന്ന് ചതച്ച് അതിന്റെ ആ ഒരു ഇങ്ങനെ കടിച്ചു പിടിക്കൊന്നും വേണ്ട, നമ്മൾ ചതച്ചത് ആ ഒരു എസൻസ് നമ്മുടെ പല്ലിലോട്ട് ഇറങ്ങിയാൽ മതി. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഗ്രാമ്പൂന്റെ കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അത് അതിനു മുമ്പ് തന്നെ ഈ ഉപ്പുവെള്ളം കൊണ്ടപ്പോഴും അത് കഴിഞ്ഞിട്ട് ഈ ഐസ് ക്യൂബ് വെച്ചപ്പോഴും അവരുടെ പല്ലുവേദന മാറുകയും അവർ കടന്നുറങ്ങുകയും ചെയ്തു. അപ്പം ഒരു രാത്രിയില് പെട്ടെന്ന് ഇങ്ങനെ പല്ലുവേദന വന്നാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പല മാതാപിതാക്കൾക്ക് അത് അറിയാതെ പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ചിലപ്പോൾ ഉപ്പുവെള്ളമൊക്കെ കൊള്ളുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു ഐസ് ക്യൂബും കൂടെ വെക്കുവാണെങ്കിൽ നമുക്ക് അവരെ ഒന്ന് ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് വേണം ഇങ്ങനെ ഉപ്പുവെള്ളം കൊള്ളിക്കാനും ഐസ് ക്യൂബൊക്കെ വെക്കാനും ഒക്കെ. അപ്പം പല്ലൊന്ന് ക്ലീൻ കൂടെ ആക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാവുന്ന ചെറിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ കൂടുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.